മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ റീൽസൊക്കെ നോക്കിക്കൊണ്ട് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വയ്യെങ്കിലും എൻ്റെ ഒരു റെസ്റ്റ് ഡേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വരുന്ന കിച്ചണിൽ നിന്നൊരു വിളി. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേര് വിളിച്ച് കാർന്നു. ആണ്ടിനും സംക്രാന്തിക്ക് മാത്രം കിച്ചണിൽ കയറുന്ന ആളായതുകൊണ്ട് ഞാനങ്ങ് ഓടിയെത്തി അങ്ങോട്ട്. എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ലല്ലോ, ആയുധം വെച്ചുള്ള കളിയാണല്ലോ. നോക്കിയപ്പോൾ എന്താ, പുള്ളി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മസാല ഒന്ന് വറ്റി. അതിനാണ് ഈ വിളിച്ചത്. കുറച്ചും കൂടി ഉറക്കെ വിളിച്ചു വെച്ച ബിൽഡിങ്ങുകളിലെ എല്ലാ ആൾക്കാരും ഓടി വന്നേനെ, ഇവിടെ എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ പതിദേവ് ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല, നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് തോന്നി പുള്ളിക്ക്. കാര്യം എന്താ, ഈ സംഭവം ഇന്നലെ മേടിച്ചു, അതായത് പ്രോൺസ് ഇന്നലെ മേടിച്ചു. യൂഷ്വലി പ്രോൺസ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഫിഷ് കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്നാൽ പോലും ഹി ലൈക്സ് ഫിഷ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിയാവുന്ന രീതിയൊക്കെ വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കും. തട്ടുകേട് ഇല്ലാത്തതുകൊണ്ട് പുള്ളിയും കഴിക്കും. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഹോട്ടലല്ലാതെ വീട്ടിൽ നിന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് കുക്കിങ്ങും അറിയത്തില്ല, ഓപ്പോസിറ്റുള്ള ആളെങ്ങനെ കുക്ക് ചെയ്യുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ പുള്ളി എന്ത് ചെയ്തു, ഇന്ന് രാവിലെ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് രണ്ടുപേർക്കും നിന്ന് കുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് കിട്ടും. പുള്ളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട റെസിപ്പി കാര്യങ്ങളൊക്കെ വീട്ടിൽ വിളിച്ച് ചോദിച്ച് അത് ക്ലീനാക്കി കുക്ക് ചെയ്യണ പരിശ്രമങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ നൈസായിട്ട് വലിഞ്ഞു. കാരണം എനിക്ക് വയ്യല്ലോ, ഞാൻ റെസ്റ്റ് എടുക്കണമല്ലോ. എന്തായാലും എല്ലാം പുള്ളി അറിഞ്ഞ സ്ഥിതിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ പുള്ളി ഇത് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ സംഭവം ഉദ്ദേശിച്ച പോലെ നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കാര്യങ്ങളുള്ളപ്പോൾ പുള്ളിയുടെ സന്തോഷം കാണണം. അതായത് ഒരു പ്രൈസ് കിട്ടിയ സന്തോഷമായിരുന്നു. കുട്ടികൾക്ക് ഉണ്ടാവുന്ന പോലെയായിരുന്നു. തുള്ളിച്ചാടുക, മറ്റേ നമ്മൾ പറയില്ല ആഹ്ലാദിച്ച് ചിരിക്കുക. ഇതൊക്കെ ഞാൻ മലയാളം ഇതിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതായത് ആദ്യമായി ഉണ്ടാക്കിയൊരു ഭക്ഷണം സക്സസ് ആയതിൻ്റെ സന്തോഷമായിരിക്കാം ഒത്തിരി. അതായത് ഞാൻ എന്ത് തൊട്ടാലും അടിപൊളിയാകും എന്നുള്ള ഫ്ലെക്സിങ്ങുകൾ ഞാൻ കുറേ ആയി കാണുന്നു. എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നി ആദ്യം, പക്ഷേ പിന്നെ ഞാൻ അധികം ബോധേഡാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പുള്ളി തന്നെ നൈസായിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഉണ്ടാക്കി സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പുള്ളി എന്നെ കയറി ഉണ്ടാക്കിക്കോളും. അല്ലാതെ എന്നോട് ഉണ്ടാക്കൂ എന്ന് പറയില്ല. സ്വന്തം കൈപുണ്യം നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫുഡൊന്നും ടേസ്റ്റ് പോരാന്ന് തോന്നും. അപ്പോൾ പുള്ളി തന്നെ കയറി ഉണ്ടാക്കിക്കോളും. എനിക്ക് പണി കുറഞ്ഞു, എനിക്ക് സുഖമായിട്ട് ഇരിക്കാം. നമ്മളിങ്ങനെ നല്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുമ്പോൾ എന്തിനും ഭാര്യമാർ സ്വന്തം ഈഗോനെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടാക്കണോ, അവർ തന്നെ ഉണ്ടാക്കട്ടെ, നമുക്ക് പണി കുറഞ്ഞല്ലോ.